നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയുടെ ഷട്ടറുകൾ ഉയർത്താൻ കഴിഞ്ഞില്ല. ഇത് പുഴയോരവാസികളെ ആശങ്കയിലാഴ്ത്തി. പുഴയിലെ വലിയ തോതിലുള്ള കുത്തൊഴുക്കാണ് ഷട്ടറുകൾ ഉയർത്താൻ തടസ്സമായിട്ടുള്ളത്. ദൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയുടെ ഷട്ടറുകൾ തുറക്കാനാവാത്തതാണ് പുഴയോരവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. 11 ഷട്ടറുകളാണ് മപ്പാട്ടുകര തടയണയ്ക്കുള്ളത്. മഴ തുടങ്ങി തടയണയ്ക്ക് മുകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങുന്ന വേളയിലാണ് സാധാരണഗതിയിൽ ഷട്ടറുകൾ തുറക്കാറ്. എന്നാൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതും പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയതും ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 തവണ ഷട്ടറുകൾ തുറക്കാൻ ശ്രമം നടന്നുവെങ്കിലും സാധിച്ചില്ല. തിങ്കളാഴ്ചയും ഷട്ടർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും വലിയ കുത്തൊഴുക്കാണ് പുഴയിൽ അനുഭവപ്പെട്ടത്. ഇതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കാലവർഷം എത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് തടയേണ്ട മുകളിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിലവിലിപ്പോ ഈ ഷട്ടർ ഉയർത്താൻ കഴിയാത്തത്. നിലവിൽ അത് ഉയർത്തണമെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് വേണം അത് പൊക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമുക്ക് ആ ചെയിൻ ബ്ലോക്കിന്റെ കാല് അതിന്മേ ഈ തടയന്മേ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തടയേണ്ട ചെയിൻ ബ്ലോക്കിന്റെ കാല് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കതൊരു 5-8 ആള് കൂടെ വേണം അത് പൊക്കാന്. അപ്പോ ഈ ആളുകളുടെ സുരക്ഷയും ഇപ്പോ ഈ നമ്മളതിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ അത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്. അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മളതിപ്പോ എടുക്കാത്തത്. ആ തടയേണ്ട മുകളിൽ നമുക്കിപ്പോ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരുപക്ഷെ ഇന്നും നാളെയും കൂടി നമുക്കൊരു വെയിൽ കിട്ടിയ ഓട്ടോമാറ്റിക് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയ്ക്ക് ഇതിനെ എത്തിക്കാൻ കഴിയും. നാളെ വെള്ളം കുറഞ്ഞ ഇന്ന് വൈകുന്നേരത്തേക്ക് വെള്ളം കുറയാണ്, ഇന്ന് തന്നെ നമ്മളത് എടുക്കാനുള്ള എല്ലാ ക്രമീകരണവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കുറയുന്ന മുറക്ക് നമ്മളത് ഷട്ടർ ഉയർത്തും ചെയ്യും. ആളുകൾ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ തുടർന്നാൽ വെള്ളം കരയിലേക്ക് വലിയ തോതിൽ കയറും. മലപ്പുറം ഏലംകുളം പഞ്ചായത്തിലെ വീടുകൾക്കും ഇത് ഭീഷണിയാണ്. പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില വീട്ടുകാർക്ക് ബന്ധുവീട്ടിലേക്ക് പോകേണ്ട സ്ഥിതിയുമുണ്ടായി. ഷട്ടറുകൾ തുറക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷട്ടർ ഉയർത്തുവാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. കഴിഞ്ഞ 2 തവണ ഷട്ടർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇനി ഷട്ടറുകൾ തുറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മഴ കൂടുന്നതിനനുസരിച്ച് പ്രദേശവാസികൾ വലിയ ആശങ്കയിലേക്കാണ് നീങ്ങുന്നത്. കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ സഞ്ചരിച്ച കാർ കൂറ്റനാട് വാവന്നൂരിൽ തല കീഴായി മറിഞ്ഞ അപകടം. പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ 4 അംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂരിൽ ക്ഷേത്രം ദർശനം നടത്തി മടങ്ങി വരുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ വാവന്നൂരിൽ വെച്ച് റോഡരികിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമര സ്തൂപത്തിൽ ഇടിച്ച ശേഷം തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് SLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനം ഒരുക്കിയത്. കുരാച്ചിപ്പടി വലിയ പാലത്തിങ്കൽ ഓട്ടോത്തിൽ നടന്ന അനുമോദന സദസ്സ് മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നന്നായി നമ്മളെ കുറിച്ചും നമ്മുടെ സാധ്യതകളെ കുറിച്ചും താല്പര്യങ്ങളെ കുറിച്ചും ആലോചിച്ച് ഏറ്റവും നല്ല കരിയർ തിരഞ്ഞെടുക്കണം. എല്ലാവരും ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നത് മാത്രമാണ് കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് പുതിയ പ്രൊഫഷൻസ് നമുക്ക് തുറന്നു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് ടെക്നോളജി, അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ വലിയ സാധ്യതകളുണ്ട്. മനുഷ്യന്റെ പല ജോലികളെയും
റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ടെക്നോളജികൾ വലിയ മാറ്റം ലോകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം മേഖലകളിൽ, അതുപോലെ സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ സാധ്യതകളുള്ളതാണ്. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ട് മാത്രം ചിന്തിക്കുന്നതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം സാധ്യതകൾ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. A+ കിട്ടിയ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകളും. ജീവിതത്തിലെ വലിയ പരിശ്രമത്തിന്റെ, ഹാർഡ് വർക്കിന്റെ, നിങ്ങൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന്റെയും എഫേർട്ടിന്റെയും ഒക്കെ റിസൾട്ടാണ് നിങ്ങൾക്ക് A+ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഹൃദയം പറഞ്ഞ് അഭിനന്ദിക്കും. വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി റിജ അധ്യക്ഷയായിരുന്നു. വളാഞ്ചേരി പാസിയോളജി ഗുരുകുളം കോളേജിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു അനുമോദ സദസ് ഒരുക്കിയത്. അക്കാദമിക് അഡ്വൈസർ CA ഉനൈസ് പെരിങ്ങോടൻ മുഖ്യാതിഥിയായി. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് കവിത ബൈജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, T ഷാജി, P രാജൻ, K മുജീബ്, K സജിത, PK സിന്ധു, SP ആമിന, മുബഷിറ സാബിർ, അൽത്താഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം കരിയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നടത്തി. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളാണ് SLC +2 വിജയികൾക്ക് അനുമോദനം ഒരുക്കിയത്. ഇതോടൊപ്പം സ്കൂളിൽ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനവും നടന്നു. വർക്ക് ഇന്റഗ്രേറ്റഡ് ലാബ് കൂടിയാണ് ക്രിയേറ്റീവ് സെന്റർ. ഇതിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. നമ്മൾ സബ് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അക്കാദമിക കാര്യത്തിൽ ഇപ്രാവശ്യം +2 വിജയ ശതമാനം കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ വിജയ ശതമാനം മാത്രമല്ല, ചിലപ്പോൾ തോൽക്കുന്ന കുട്ടികളാണ് വെച്ചിട്ട് അവരെ ഒഴിവാക്കി 100% വാങ്ങാൻ പല സ്കൂളുകളും നോക്കാറുണ്ട്. അങ്ങനെ നോക്കാതെ തന്നെ കുറച്ച് കുട്ടികൾ തോറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇനി തോൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ വർഷം അത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിപാടി നടത്തി അവരെ കൂടി വിജയിപ്പിക്കാനുള്ള പരിപാടികൾ കൂടി നമ്മൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്ന SSKയുടെയും കുസാറ്റിന്റെയും ഒരു സംവിധാനം കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളിൽ ഭാവന, അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇമാജിനേഷൻ ഉണ്ടാവും, അത് വളരെ ക്രിയേറ്റീവായി മാറ്റുക. അതോടൊപ്പം തന്നെ നമുക്ക് റെസ്പോൺസിബിൾ ആവുക. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ സമ്പൂർണ്ണ മനുഷ്യനായി, സാമൂഹ്യ ജീവിയായി നമുക്ക് ജീവിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആക്കി നമ്മൾ മാറ്റി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് VTM കരീം, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബുഷ്റ ഇക്ബാൽ, പട്ടാമ്പി BPC VP മനോജ്, CRC കോർഡിനേറ്റർ സലീം മാലിക്, ഷംസുദ്ദീൻ, ശാരദ, പ്രധാനാധ്യാപിക രാധിക തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാവനം പദ്ധതിക്ക് പട്ടിത്തറ പഞ്ചായത്തിൽ തുടക്കമായി. പ്രാദേശിക ജൈവ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കി വരുന്ന വിദ്യാവനം പദ്ധതി പട്ടിത്തറ പഞ്ചായത്തിലെ അരിക്കാട് GLP സ്കൂളിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിവിധയിടങ്ങളിലുള്ള 30ഓളം വലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈബു സദക്കത്തുള്ള അധ്യക്ഷയായി. തൃത്താല AO K പ്രസാദ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ്, നിർവഹണ ഉദ്യോഗസ്ഥർ, പദ്ധതിക്ക് ആവശ്യമായ തൈകൾ നൽകിയ വ്യാപാരി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വരവൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് CPIയിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗം CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, ചേലക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TP സുനിൽ, വരവൂർ ലോക്കൽ സെക്രട്ടറി PM ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV സുരേഷ്, E അബൂബക്കർ, K അരുണ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല പൈതൃക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃത്താല ഉപജില്ല ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പ്രചരണാർത്ഥം ഷോർട്ട് ഫിലിം മത്സരം, ഉപന്യാസ മത്സരം എന്നിവ സംഘടിപ്പിക്കും. മരണലഹരികളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യകരമായ ജീവിതലഹരിയിലേക്ക് പുതുതലമുറ വളരാനും എന്തൊക്കെ വഴികളുണ്ടെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന്റെ അന്വേഷണങ്ങൾ, അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവയാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ലഹരി ഉപയോഗം, വാഹനോപയോഗം, അക്രമവാസന, പരിസര ശുചിത്വം, വ്യക്തിശുചിത്വം, വൈകാരിക നിയന്ത്രണം, പൊതുമുതൽ നശിപ്പിക്കൽ, ആരോഗ്യപരിപാലനം, നിയമം, മൊബൈലിനോടുള്ള അമിതാസക്തി, ഡിജിറ്റൽ അച്ചടക്കം, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ആശയം ഉൾക്കൊള്ളുന്ന ഉപന്യാസങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത്. ലഹരിവിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ കഥാപാത്രങ്ങളായി പരിഗണിക്കാവുന്ന രീതിയിൽ
ക്യാമറയിലോ മൊബൈൽ ഫോണിലോ ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ്. മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി പൂർണ്ണമായ മേൽവിലാസവും പഠിക്കുന്ന സ്കൂൾ, ക്ലാസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഇമെയിലിലോ 7510111007 എന്ന വാട്സപ്പ് നമ്പറിലോ ഷെയർ ചെയ്യുക. ക്യാമറയിലോ മൊബൈൽ ഫോണിലോ ഷോർട്ട് ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് വേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 29-ാം തീയതിയാണ്. ജൂൺ 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി അവരുടെ പൂർണ്ണ മേൽവിലാസം, പഠിക്കുന്ന സ്കൂള്, ക്ലാസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് തൃത്താല പൈതൃക അക്കാദമി .gmail.com എന്ന മെയിൽ IDയിലോ പിന്നെ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ MP4 ഫോർമാറ്റായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഷോർട്ട് ഫിലിമുകൾക്കും മികച്ച ഉപന്യാസ രചനകൾക്കും തൃത്താല പൈതൃക അക്കാദമി നൽകുന്ന ഫിലിം അവാർഡും സാഹിത്യ അവാർഡും വിതരണം ചെയ്യും. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സിനിമാ സംവിധായകനും തൃത്താല പൈതൃക അക്കാദമി പ്രസിഡന്റുമായ ശ്രീദേവ് കപൂർ, എഴുത്തുകാരിയും പൈതൃക അക്കാദമി സെക്രട്ടറിയുമായ സിന്ധു മലമക്കാവ്, രക്ഷാധികാരി രാജഗോപാൽ പള്ളിപ്പുറം, ആർട്ടിസ്റ്റും പൈതൃക അക്കാദമി ട്രഷററുമായ സജീവ് രാധാകൃഷ്ണൻ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പൈതൃക അക്കാദമി വൈസ് പ്രസിഡന്റുമായ നിഷാജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചരിത്രവും ഐതിഹ്യവും ഇതിഹാസങ്ങളും സമ്പന്നമായ തൃത്താലയുടെ പൈതൃകത്തിന് സാംസ്കാരികമായും ചരിത്രപരമായും വളരെ പ്രാധാന്യമുണ്ട്. ആ പൈതൃകവും സംസ്കാരവും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് സിനിമ, കല, സാഹിത്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുക എന്നതാണ് തൃത്താല പൈതൃക അക്കാദമിയുടെ ആത്യന്തികമായ ലക്ഷ്യം. വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും CPM നേതാവുമായിരുന്ന K. കൃഷ്ണൻകുട്ടിയെ വിളയൂരിൽ അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാലം പ്രസിഡന്റും CPM നേതാവുമായിരുന്ന K. കൃഷ്ണൻകുട്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ TK നാരായണദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം T. ഷാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അംഗം സുബേദ ഇസാഖ്, ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം K. മുരളി, K. മണികണ്ഠൻ, KV ഗംഗാധരൻ, K. ഗോപാലകൃഷ്ണൻ, മുഹമ്മദ് മോസിൻ MLA ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. സേവനം ചെയ്യാനുള്ള സന്നദ്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും ഒത്തുനിൽക്കുന്ന സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ളവർക്കാണ് അദ്ദേഹത്തെ കാണുന്നത്. പല തരത്തിൽ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ, വ്യവസായം ഒക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് മാത്രം ആയി കാണാതെ അതിനെ ലാഭം എന്ന് പറയാൻ പറ്റില്ല. വലിയൊരു രീതികൾക്ക് നഷ്ടമായാൽ പോലും ഒരു ബുദ്ധിമുട്ട് അറിയിച്ച അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ വെറുതെ പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി വരുന്ന ആളാണെങ്കിൽ പോലും ഈ കൊടുക്കുന്നത് കൊണ്ട് സന്തോഷിക്കുക, അതുകൊണ്ട് മനസ്സിലൊരു ആത്മനിർവൃത്തി വരിക എന്ന് പറയുന്ന വളരെ കുറഞ്ഞ ഈ ലോകത്തിൽ അത്തരത്തിലുള്ള. ചാലിശ്ശേരി പഞ്ചായത്തിൽ മധ്യവയസ്കൻ എലിപ്പനി ബാധിച്ച് മരിച്ചു. തണ്ണീർക്കോട് കൊല്ലഴിപ്പാടി ഹെൽത്ത് സെന്റർ സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ശക്തമായ പനി ബാധിച്ച് ശനിയാഴ്ച കൃഷ്ണനെ ചാലിശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചൊവ്വാഴ്ച 11 മണിയോടെ മരണം സംഭവിച്ചു. സൗമിനി ഭാര്യയും സഹിഷ്ണവ്, പ്രണവ് എന്നിവർ മക്കളുമാണ്. ഏതാനും ദിവസം മുൻപ് ഡെങ്കിപ്പനി ബാധിച്ച് ചാലിശ്ശേരി സ്വദേശിയായ ഒരു സ്ത്രീ മരിച്ചിരുന്നു.
ചാലിശ്ശേരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്ക് പ്രതിമാസം 15,000 രൂപ ശമ്പള നിരക്കിൽ GNM നഴ്സുമാരുടെ അപേക്ഷകൾ ക്ഷണിക്കുന്നു. 40 വയസ്സാണ് പ്രായപരിധി. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സ്ഥാപനത്തിൽ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അപേക്ഷ പരിശോധിച്ച് യോഗ്യരായവരെ ഈ മാസം 18-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹോമിയോ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് വിളിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0466 22 55 699 82 89 93 79 03. ചരമം. കുന്നംകുളം അടുപ്പുട്ടി മലങ്കര ആശുപത്രിക്ക് സമീപം പനക്കൽ ബാബു നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വീനാഗിൽ സെമിത്തേരിയിൽ നടത്തി. റോസിലി ഭാര്യയും ബിൻസി, റിൻസി, വെൻസി എന്നിവർ മക്കളുമാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.